ഈ സംസാരത്തിൽ എന്താണ് സാരമായിരിക്കുന്നത്? സംസാരേ സാരം കിം? മറുപടി പറഞ്ഞു, ഇതമേവ. ഇത് സംസാരം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ സംസാരത്തിൽ അന്തർഭവിച്ച വിവിധ പദാർത്ഥങ്ങളെ സംബന്ധിച്ച് ഇതെന്ന് പറയുമ്പോൾ, ആ ഇത് എന്നുള്ളത് തന്നെയാണ്, അതിന് ഉണ്മയെ കൊടുക്കുന്നത് എന്ത് എന്ന് വിചാരം ചെയ്ത് കണ്ടെത്തേണ്ടുന്ന ഉണ്മ തന്നെയാണ് സാരം എന്ന് പറഞ്ഞു. തുടർന്നാണ് അടുത്ത ചോദ്യം, കിം മനുജേഷു ഇഷ്ടതമം? മനുജേഷു, മനുഷ്യന്മാരിൽ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർക്ക് അഥവാ മനുഷ്യജന്മത്തിൽ, മനുഷ്യ സമൂഹത്തിൽ എന്നൊക്കെ അർത്ഥമെടുക്കാം. ഇഷ്ടതമം കിം? ഏറ്റവും ഇഷ്ടമായത് എന്ത്? ഇഷ്ടം, ഇഷ്ടതരം, ഇഷ്ടതമം. ഇഷ്ടം തമം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടമായത്. ഇപ്പം മനുഷ്യന്മാരിൽ അഥവാ മനുഷ്യജന്മത്തിൽ ഏറ്റവും അഭീഷ്ടമായത് എന്താണ്? ഇതാണ് ചോദ്യം. മറുപടി, സ്വപരഹിതായോദ്യതം ജന്മ. സ്വപരഹിതായ ഉദ്യതം ജന്മ. തനിക്കും മറ്റുള്ളവർക്കും ഹിതത്തിനായിക്കൊണ്ട് ഉദ്യമിക്കുന്ന ജന്മമാണ് മനുഷ്യരിൽ വെച്ച്, മനുഷ്യ സമൂഹത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടതമമായത്. താത്പര്യം, ഏറ്റവും ഉത്കൃഷ്ടമായ മനുഷ്യജന്മം നമുക്ക് ലഭിച്ചു. 84 ലക്ഷം ജീവയോനികളിൽ ഏറ്റവും ഉയർന്നതായിട്ടാണ് ആചാര്യന്മാർ മനുഷ്യജന്മത്തെ വാഴ്ത്തുന്നത്. അങ്ങനെയുള്ള ജന്മം നമുക്ക് ലഭിച്ചു. ഇനി അത് പ്രയോജനകരമാവണം, അതിനെ സാർത്ഥകമാക്കണം. മറ്റ് ജന്തുക്കൾക്കുള്ള എല്ലാ തലങ്ങളും നമുക്കുമാവാം. ഉണ്ണാം, ഉറങ്ങാം, പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കാം, അങ്ങനെയുള്ള സന്താനങ്ങളെ വളർത്താം, ധനം സമ്പാദിക്കാം, എല്ലാം ചെയ്യാം, ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ മറ്റെല്ലാ ജന്തുക്കളും ചെയ്യുന്നതാണ്, മറ്റു ജന്തുക്കൾക്കും ചെയ്യാവുന്നതാണ്. അതൊന്നും ചെയ്യേണ്ടെന്ന് ആരോടും പറഞ്ഞില്ല. എന്നാൽ അതിൽ കവിഞ്ഞ് മനുഷ്യജീവിതത്തിൻ്റെ മഹത്വപൂർണമായൊരു ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം, എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും ഒഴിയാനുള്ള, ഉയരാനുള്ള, പരമമായ സർവതന്ത്ര സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരാനുള്ള അധികാരം മനുഷ്യനുണ്ട്. ഇതാണ് മനുഷ്യനെ സംബന്ധിച്ച് പരമമായ ഹിതം. ഇത് വ്യക്തിയെ സംബന്ധിച്ചാണ്. അപ്പം തനിക്ക് പ്രയോജനത്തെ ചെയ്യണം, തനിക്ക് സ്വയം പ്രയോജനം ചെയ്യും വിധം തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അതാണ് മനുഷ്യജന്മത്തിൽ കർത്തവ്യമായി വരുന്നത്. അതോടൊപ്പം നമ്മൾ ജീവിക്കുന്നത് ഈ സമൂഹത്തിലാണ്, ഈ ലോകത്തിലാണ്. നമ്മളെല്ലാവരും സമാജത്തിലെ അംഗങ്ങളാണ്. നമ്മുടെ ഓരോ നിമിഷവും ഈ നിലനിൽപ്പിന് വേണ്ടി തന്നെ നമ്മൾ വിവിധ വിഭവങ്ങളെ സമൂഹത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ്. നമ്മൾ പ്രാണവായു ശ്വസിക്കുന്നുവല്ലോ, അതിൻ്റെ വില കൂട്ടി നോക്കൂ. നമ്മൾ വെള്ളം കുടിക്കുന്നുവല്ലോ, അതിൻ്റെ വില കൂട്ടി നോക്കൂ. നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന്, സൂര്യനിൽ നിന്ന്, അഗ്നിയിൽ നിന്ന്, ചന്ദ്രനിൽ നിന്ന് വേണ്ട വ്യത്യസ്ത പോഷകങ്ങളെ സ്വീകരിക്കുകയാണ്, ഉൾക്കൊള്ളുകയാണ്. അതിൻ്റെ വില കൂട്ടി നോക്കൂ. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഈ സമൂഹത്തോട് കടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും കഴിയുന്നത്. ഒരു നിമിഷം നമ്മൾ കഴിയുന്നത് പോലും എത്രയോ വിഭവങ്ങളെ സമൂഹത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ കർത്തവ്യമാണ് ഈ സമൂഹത്തിലേക്ക് അവയെ തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് സ്ഥൂലമായ ഈ കർമ്മ ഉപാധിയായ ശരീരമുള്ള കാലത്തോളം നമ്മുടെ ജീവിതത്തെ സാർത്ഥകമാക്കാൻ പരിശ്രമിക്കുന്നതോടൊപ്പം ഈ സമാജത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. ആരുടെ ജീവിതമാണോ
തൻ്റെ ഹിതത്തിനായും മറ്റുള്ളവരുടെ ഹിതത്തിനായും ഉദ്യമിക്കുന്നത് അല്ലെങ്കിൽ ഉദ്യമിക്കപ്പെടുന്നത്. ആ ജീവിതം മാത്രമാണ് ധന്യമാകുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആചാര്യൻ ഇവിടെ പറയുന്നത് സ്വപരഹിതായ, സ്വന്തം ഹിതത്തിനായും പരൻ്റെ ഹിതത്തിനായും ഉദ്യമിക്കപ്പെട്ട ജീവിതമാണ്, ജന്മമാണ് മനുഷ്യന്മാരിൽ ഏറ്റവും ഇഷ്ടതമമായിരിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരെ എല്ലാവരും ആദരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടും. അത് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. അത് നമുക്ക് ലംഘിക്കാൻ, മാറ്റി എഴുതാൻ സാധ്യമല്ല. അപ്പോൾ ആരുടെ ജീവിതമാണോ തനിക്കും മറ്റുള്ളവർക്കും ഹിതകാരിയായിട്ടുള്ളത്, ആ ജീവിതം ധന്യമാണ്. അതാണ് മനുഷ്യന്മാരിൽ ഏറ്റവും ഇഷ്ടതമമായിരിക്കുന്നത്. ഭുഞ്ചതേ തേ ത്വഘം പാപാഹ് യേ പചന്തി ആത്മകാരണാത് എന്ന് ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. തനിക്ക് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഭക്ഷിക്കുന്നത് പാപത്തെയാണ്. എന്നാൽ യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി സനാതനം. യജ്ഞശിഷ്ടം കഴിക്കുന്നവർ, അതായത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച ശേഷം കഴിക്കുന്നവർ, അവർ പരമമായ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നു. അപ്പം നമ്മുടെ ജീവിതം എപ്പോഴും പരഹിതത്തിനായിരിക്കണം. പക്ഷേ പരഹിതം എന്ന് പറയുമ്പോൾ ഏറ്റവും മൂല്യമത്തായ സ്വജീവിതത്തെ മറന്നു പോകരുത്. ഇത് രണ്ടും ഒത്തുകൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. പരഹിതം ചിന്തിക്കണം, പക്ഷേ പരഹിതം ചിന്തിക്കുമ്പോൾ സ്വയം മറന്നാലോ? അത് പറ്റില്ല. അപ്പോൾ താൻ ആര്, തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ത്, ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ ഉയരാം, ഈ വക ചിന്തയോടുകൂടി സ്വഹിതത്തെ പൂർത്തിയാക്കാനും അതോടൊപ്പം പരഹിതത്തെ പൂർത്തിയാക്കാനും ആരാണോ ഉദ്യമിക്കുന്നത്, പരിശ്രമിക്കുന്നത്, അയാളുടെ ജന്മമാണ്, ആ ജന്മം ഇഷ്ടതമമാണ്, മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ഇഷ്ടതമമാണ്. അതാണ് മനുഷ്യജീവിതത്തെ സാർത്ഥകമാക്കുന്നത്. ഇതാണ് 5-ാം ശ്ലോകത്തിലെ ചോദ്യവും ഉത്തരവും.